എടാ ഉം, സ്കൂളിലെ ഉം, എൻ്റെ ഒരു സൂപ്പർ സീനിയർ ആയിട്ട് ഞാൻ കെ വിയിൽ പഠിക്കുമ്പോൾ ഉം, സൂപ്പർ സീനിയർ ആയിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഉം, ഭയങ്കര ഭംഗി അവിടെ ഉം, കിടക്കട്ടെ. അക്കാഡമിക്സിൽ ഭയങ്കര ടോപ്പർ. ഉം, അതുപോലെ സ്പീച്ച്, ഉം, ഡിബേറ്റ്, ഉം, ഡാൻസ് ഇതിനൊക്കെ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ചേച്ചിയാട്ടോ. അന്ന് ഈ ചേച്ചിയില്ലേ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ, എൻവി ചെയ്യായിരുന്നു. പക്ഷെ അതൊരു ജലസി ആയിട്ട് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നിയില്ല. ഉം, ആ ചേച്ചി പാസ് ഔട്ടായി. 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാനും 12th ഒക്കെ പാസ് ഔട്ടായി കോളേജിലായി. കോളേജിലായപ്പം കുറേ പ്രോഗ്രാംസ് വന്നു. പക്ഷെ സ്കൂളിൽ നിനക്കറിയോ ഉം. ഞാൻ എങ്ങനത്തെ ഒരാളായിരുന്നു? സൈലന്റ്. അതും ഒരു മിഡിൽ തൊട്ട് ബാക്കിൽ വരെ ഇരിക്കാറുള്ളൂ. ഫ്രണ്ടിലോട്ട് വരാൻ പേടി. ഒരു കോമ്പറ്റീഷനും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. കോളേജിലായപ്പം കുറച്ച് കോമ്പറ്റീഷൻസ് വന്നു. അപ്പം ആദ്യം ഞാൻ അയ്യോ ഞാനില്ല എന്ന് പറഞ്ഞ് ആസ് യൂഷ്വൽ എൻ്റെ ഒരു ട്രെൻഡിൽ ഞാൻ പോയി. പക്ഷെ പെട്ടെന്നാണ് ഈ ചേച്ചിയുടെ മുഖം എനിക്ക് ഓർമ്മ വന്നേ. അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എന്തിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഞാനൊരു 4-5 പ്രോഗ്രാംസിന് പേര് കൊടുത്തു. വെരി ഗുഡ്. പക്ഷെ അന്ന് എനിക്ക് ധൈര്യം ഇല്ലാത്തത് കൊണ്ട് കൈ കിടുകിടാ വിറയ്ക്കലും ഹാർട്ട് ഇങ്ങനെ വെളിയിൽ ചാടുന്ന പോലെയൊക്കെ തോന്നിയത് കൊണ്ട് ഞാൻ ആകെ മൊത്തം 3 പ്രോഗ്രാമിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുള്ളൂ. എന്നാലും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണത്തിൽ എനിക്ക് തേർഡ് പ്രൈസ് കിട്ടി. അത് എനിക്ക് ശരിക്കും എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും പിന്നെ ഞാൻ MBA ചെയ്യുമ്പോൾ പല പല ആക്ടിവിറ്റീസിന് ഫ്രണ്ടിലോട്ട് വരാനൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് നന്നായി തന്നു. ആക്ച്വലി ജലസിയുടെ ഒരു പോസിറ്റീവ് സൈഡ് അല്ലേ? അതെ, നമ്മൾ പറയുന്ന പോലെ ഓരോ ഇമോഷനും നമുക്ക് തരുന്ന ഓരോ സിഗ്നലാ. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് കുശുമ്പ് തോന്നി, അസൂയ തോന്നി പറയുന്നത് നമ്മൾ ആരും പറയില്ല, അറിയാത്ത പോലെ വെക്കുക ചെയ്യുക. പക്ഷെ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇവിടെ രഞ്ജു പറഞ്ഞതില് ജലസി എങ്ങനെ നിനക്കൊരു ഇൻസ്പിറേഷൻ ആയി മാറിയതിന്റെ ഒരു എക്സാമ്പിളാ. ഇപ്പൊ ജലസി ഇൻഡയറക്ട്ലി എന്താ ചെയ്യുന്നത്, നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സിഗ്നല് നിങ്ങൾ സീക്രട്ട്ലി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. അല്ലേ? നമുക്കൊരു അറിവാണ് തരുന്നത്. ദിസ് ഈസ് വാട്ട് യു വോണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയില്ല നമുക്ക് എന്താ വേണ്ടേന്ന്. ഈ ജലസി പറഞ്ഞ ഇമോഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് വാട്ട് ഐ വോണ്ട്. അപ്പൊ നമുക്ക് ട്രൈ ചെയ്യാലോ. അതെ. എന്നാ ഞാൻ വേറെ ഒരു സ്റ്റോറി പറയട്ടെ. ഉം, ഉം. ഒരാള് ഉം, അയാളുടെ വീട്ടില് 7 മെമ്പർ ഉം, ഉം, ഫാമിലി ഉള്ള ഒരാള്. അയാൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു വലിയ കാറ് വാങ്ങി. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടി ഒരു വലിയ കാറ് വാങ്ങി. ഉം, ഇയാളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന നെയ്ബർ, ഉം, അവിടെ 3 പേരേ ഉള്ളൂ. ആ ഹസ്ബൻഡ്, വൈഫ്, ഒരു കുട്ടി. അപ്പത്തേക്കിനും അവർക്ക് തുടങ്ങി എന്ത്? ജലസി. എനിക്കും വേണം വലിയ കാറ്. എൻ്റെ അടുത്തുള്ള ആള് വാങ്ങുമ്പം ഞാൻ എന്തിനാ ഈ കുഞ്ഞു കാറും കൊണ്ട് നടക്കണേന്ന് പറഞ്ഞിട്ട് അയാൾ ഉടനെ തന്നെ അയാളുടെ കുഞ്ഞു കാറും വെച്ച് അയാൾ ഒരു വലിയ കാറ് വാങ്ങി. ആക്ച്വലി ഇവിടെ അയാൾക്ക് അതിന്റെ ആവശ്യമില്ല. പ്ലസ് അതിന്റെ കൂടെ EMI, അതിന്റെ ഇൻഷുറൻസ്, അതിന്റെ സർവീസ് എല്ലാം കൂടെ വന്നപ്പം ഇയാൾക്ക് നല്ല തലവേദനയായി. പിന്നെ അയാൾ പെട്ടെന്ന് തന്നെ അതിനെ വിൽക്കാനും ശ്രമിച്ചു. ബിക്കോസ് അയാൾക്ക് അത് അൺഅഫോർഡബിൾ ആയി. ഉം. ഇവിടെ ആക്ച്വലി ജലസിയുടെ ഒരു നെഗറ്റീവ് സൈഡ് അല്ലെ നമ്മൾ കാണുന്നത്. ആ, ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നിനക്കറിയോ? പണ്ടത്തെ ഒരു മൂവി ഉണ്ടായിരുന്നു, തലയണ മന്ത്രം. അതിൽ ഉർവശി ഇപ്പൊ നീ പറഞ്ഞ ഏകദേശം ഈ റോള് വളരെ ഭംഗിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആരുടെയോ കയ്യിൽ എന്തോ കണ്ടു, നമുക്ക് വേണോ വേണ്ടേന്ന് അറിയില്ല, പക്ഷെ അത് ചാടിപ്പിടിച്ച് വലിക്കാനുള്ള ഒരു അസൂയ. അതാണ് ജലസിന്റെ ഏറ്റവും നെഗറ്റീവ്. മാത്രമല്ല അത് നമ്മളെ ലൈഫിനെ സ്പോയിൽ ചെയ്യുന്ന ഒരു ഇമോഷനാണ്. വളരെ ട്രൂ. അതുപോലെയല്ലേ നമുക്ക് തന്നെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യാം. നമുക്ക് എപ്പോഴാ ഈ ജലസി വരുന്നതെന്ന് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫ്രണ്ടോ നെയ്ബറോ ആരെങ്കിലും അവരൊരു അച്ചീവ്മെന്റിനെ പറ്റി പറയാം. അപ്പം നമ്മളൊരു ഫേക്ക് സ്മൈൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ തന്നെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കണം ദാറ്റ് നമുക്ക് ജലസിനെസ് ആണ് അവിടെ ഉള്ളതെന്ന്. അന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് നെഗറ്റീവ് ആവുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. പറ്റും. രണ്ടാമത്തെ കാര്യം, കമ്പയർ ചെയ്യാണ്ടിരിക്കുക. ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണ്. അവർക്ക് അവരുടേതായ കഴിവുണ്ട്, എനിക്ക് എൻ്റെതായ കഴിവുണ്ട്. അവിടെ നമ്മൾ ജലസി കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ഹാർട്ടിലൊരു ഹെവിനെസ് എന്ന് പറഞ്ഞാലും അതും ജലസിയുടെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് കാണേണ്ടത്. അപ്പൊ ഈ 3 സിഗ്നലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടൈം അഗെയിൻ പോസ് ചെയ്യൂ, ആലോചിക്കൂ. ഈ കാര്യം സാധിച്ചാൽ എനിക്ക് സന്തോഷമാണോ, എനിക്ക് നല്ല ഉയർച്ചയാണോ വരുന്നേ തോന്നിയെന്ന് വെച്ചാൽ നല്ലോണം ഫയർ ചെയ്ത് കൊടുത്തോളൂ ആ ആഗ്രഹത്തിന്. അതിനെ ഇൻസ്പയർ ചെയ്ത് ആ ജലസിനെ ഇൻസ്പിറേഷൻ ആക്കി മാറ്റി നമുക്ക് പലതും അച്ചീവ് ചെയ്യാം. ഇനി അല്ലാതെ വെറുതെ അവരുടെ എന്താണ് കിട്ടാത്ത മുന്തിരി പുളിക്കുമ്പോഴത്തെ ഫീലിംഗ് ആണെങ്കിൽ അത് അവിടെ തന്നെ ബ്രഷ് ഓഫ് ചെയ്തിട്ട് കളയുക. അപ്പൊ ഈ ഒരു സിഗ്നലും നമ്മളുടെ ബ്രെയിനിന്റെ ഒരു ബ്ലെസ്സിങ് ആണ്.
ഇത് നേരത്തെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ നമുക്ക് വലിയ വലിയ അൺനെസസറി ടെൻഷൻ ഒഴിവാക്കാം അല്ലെ. സോ ഡോണ്ട് ഫർഗെറ്റ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്. കുറെ ബ്ലെസ്സിങ്സ് ഉണ്ട്, ജലസി വന്നൊക്കെ തട്ടിക്കളയുക. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെവൻ. റൺ ആൻഡ് ഗോ. ബൈ.